ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരാൻ സാധ്യതയുള്ളതും അതായത് വരാൻ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതുമായ ഡോക്ടർ ഡൂമിനെ പറ്റിയാണ്. അപ്പോൾ ഇവൻ്റെ ഒരു ലൈഫ് സ്റ്റോറി നമുക്കൊന്ന് കണ്ടാലോ? വരൂ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ കാണാം. അപ്പോൾ കഥ തുടങ്ങുന്നത് ട്രൈബൽ ഗ്രൂപ്പിൽ വളരുന്ന ഒരു ചെറിയ കുട്ടിയാണ് വിക്ടർ വോങ് ഡൂ. അതായത് വിക്ടർ എന്നാണ് നമ്മളുടെ ഡൂമിൻ്റെ പേര്. അപ്പോൾ ഇവൻ്റെ അമ്മയുടെ ഒരസുഖമെന്ന് പറയുന്നത് ഈ ഡീമൻസിനെയൊക്കെ വളരെ ആശ്രയിച്ചിരുന്നു. അവരുടെ പവറുകളൊക്കെ വലിച്ചെടുത്ത് അവരെ നന്നാക്കും. അതുപോലെ തന്നെ വിക്ടറിൻ്റെ അച്ഛൻ അവിടെയുള്ളൊരു വലിയൊരു കൗമാരക്കാരനായിരുന്നു. ഈ വിക്ടറിൻ്റെ അമ്മ ഈ വിക്ടറിൻ്റെ അച്ഛൻ അറിയാതെ തന്നെ ഒരുപാട് ബ്ലാക്ക് മാജിക്കുകൾ ചെയ്ത് നാടിനെയും വിക്ടറിനെയും സംരക്ഷിക്കുമായിരുന്നു. അവരിത് തടഞ്ഞെങ്കിലും ഇവർ ഇത് കേട്ടിരുന്നില്ല. അങ്ങനെ ഒരു ദിവസമായപ്പോൾ പെട്ടെന്ന് അതെല്ലാം അവർക്ക് തന്നെ ഭവിഷ്യത്തായി മാറി. അവളെ ആ ഡീമൻസ് അറ്റാക്ക് ചെയ്യുന്നു. ആ ഗ്രാമത്തിലുള്ള എല്ലാ കുട്ടികളെയും ഡീമൻസ് കൊന്നുകളയുകയാണ്. വിക്ടറിനെ ഒഴിച്ച് എല്ലാവരെയും കൊന്നുകളയുകയാണ്. ഇതറിഞ്ഞ് വിക്ടറിൻ്റെ അച്ഛൻ വളരെയധികം സങ്കടത്തിലാവുകയാണ്. വിക്ടറും സങ്കടത്തിലാവുകയാണ്. അവസാനം അവർ മരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ വിക്ടറിൻ്റെ അച്ഛൻ ഒരുപാട് നാട്ടുകാരുടെ വിശക്കുകൾ കേട്ട് വഷളകളാകാൻ തുടങ്ങി. അങ്ങനെ വിക്ടറിൻ്റെ അച്ഛനും വിക്ടറും ഒരു പ്ലാനിട്ടു. ആരും അറിയാതെ ഒളിച്ച് നാട് കടക്കാമെന്ന്. അങ്ങനെ അവർ നാട് കടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവരൊരു കുതിരയുടെ വണ്ടിയിൽ പോയി. കുതിരയുടെ മുകളിൽ പോയി നടന്ന് അവരൊരു ഐസ് സ്ഥലത്തെത്തി മാറി. അങ്ങനെ ആ ഒരു കാടായിരുന്നു. അവിടെ എല്ലാ ആളുകളും വന്ന് അവരെ തിരയുമായിരുന്നു, അവരെ കണ്ടുപിടിച്ച് കൊല്ലാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വിക്ടറിന് പെട്ടെന്ന് തണുപ്പ് അനുഭവപ്പെട്ടു. അങ്ങനെ അച്ഛൻ തണുപ്പിൽ നിന്ന് പുതപ്പ് പോലെ വിക്ടറിനെ ചുരുട്ടി മൂടി. അങ്ങനെ ആ മഞ്ഞ് താങ്ങാൻ വയ്യാതെ വിക്ടറിൻ്റെ അച്ഛനും മരണപ്പെടുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഗ്രാമം കാരണമാണ് ഇതെല്ലാം ഉണ്ടായതെന്ന് മനസ്സിലാക്കിയ വിക്ടർ ആ ഗ്രാമത്തിനെ കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ ഗ്രാമം മുഴുവനായി നശിപ്പിക്കാൻ വിക്ടർ സാക്ഷ്യമെടുത്തു. അങ്ങനെ വിക്ടർ ഒരുപാട് ഇൻ്റലിജൻസ് ഒക്കെ വെച്ച് ആ ഗ്രാമത്തെ കൊല്ലാൻ തീരുമാനിച്ചു. അമ്മയുടെ ബ്ലാക്ക് മാജിക്കും അവൻ്റെ ഇൻ്റലിജൻസും കൂടെ കൂടിയ പിന്നെ പറയണ്ടല്ലോ, എല്ലാം വിക്ടറിൻ്റെ കയ്യിൽ തന്നെയായി. അങ്ങനെ അവൻ കാത്തിരുന്ന ആ ദിവസം എത്തി. അങ്ങനെ ഒരു ദിവസം ആരും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരിടത്ത് വെച്ച് അവനെ ഒരാൾ കണ്ടുമുട്ടി. റീഡ് റിച്ചാർഡ്സിൻ്റെ മുതലാളിയായ ഒരാൾ. അങ്ങനെ അവരുടെ കമ്പനിയിൽ ഇവനെ സെലക്ട് ചെയ്തു. അങ്ങനെ വിക്ടർ വോങ് ഡൂ പണക്കാരനായി. അവിടെ വെച്ച് റീഡ് റിച്ചാർഡ്സ്, അതായത് നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിനെ കണ്ടുമുട്ടുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം വിക്ടറിൻ്റെ ബുദ്ധിയിൽ ഒരു ഐഡിയ കയറി. അതായത് അമ്മയെ ആ ചെകുത്താൻ കൊന്നിട്ടില്ല, പകരം അവരുടെ ആത്മാവിനെ ചെകുത്താൻ ഒരു ശവക്കല്ലറയിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വിക്ടർ ഒരു മിഷൻ കണ്ടുപിടിച്ച് അതുവഴി തൻ്റെ അമ്മയെ തിരഞ്ഞു പോകാൻ തുടങ്ങി. ഈ മിഷൻ വഴി മൾട്ടിവേഴ്സ് വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. അങ്ങനെ ഈ മിഷനിൽ കൂടെ പോയപ്പോൾ വിക്ടറിൻ്റെ അമ്മ അവിടെ കിടന്ന് നിലവിളിക്കുകയാണ് ഒരു ഡീമണിൻ്റെ മുമ്പിൽ. ആ ഡീമനും വിക്ടറും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുകയാണ്. ആ ഫൈറ്റിൽ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ വിക്ടർ ബോധരഹിതയാകുകയും അവൻ്റെ മുഖം മുഴുവൻ പ്ലാസ്റ്ററൊക്കെ ഇട്ട് പൊട്ടി കീറിയ നിലയിലായിരുന്നു. അതിൽ അവൻ പരാജയപ്പെട്ടു. അവൻ്റെ അമ്മയെ അവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി എല്ലാം തകർന്നെന്ന് മനസ്സിലായ അവൻ ആ കമ്പനിയിൽ നിന്ന് അവനെ എല്ലാവരും പുറത്താക്കി. അങ്ങനെ അതറിഞ്ഞ അവൻ മൗണ്ട് എവറസ്റ്റിലേക്ക് യാത്ര തിരിച്ചു. അവിടെ നടന്ന് പോയപ്പോൾ പെട്ടെന്ന് വിക്ടർ ഒരുപാട് പൂജാരികളുടെ ഒരു കൊട്ടാരം കണ്ടു. അവിടെ കയറിയപ്പോൾ ഒരുപാട് പൂജാരികൾ. അവരാണെങ്കിൽ മാജിക്കും ബ്ലാക്ക് മാജിക്കും സയൻറ്റിസ്റ്റിൻ്റെ മറുമരുന്നൊക്കെ ഉള്ളൊരു ഗ്രാമത്തിൽ താമസിക്കുന്നവരാണ്. ഇത് മനസ്സിലാക്കി വിക്ടർ അവിടെ മുതലെടുത്തതും അവിടെയുള്ള ആളുകൾ അവന് നല്ല മെറ്റൽ ആമൊക്കെയുള്ള ഡോക്ടർ ഡൂമിൻ്റെ ആ സൂട്ട് കൊടുക്കുന്നു. പിന്നെ ഒരുപാട് ബ്ലാക്ക് മാജിക്കുകളൊക്കെ പഠിക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ഡോക്ടർ ഡൂം, അതായത് വിക്ടർ വോങ് ഡൂ ഡോക്ടർ ഡൂം ആയി മാറിയത്. ഇങ്ങനെയുണ്ട് കൂട്ടുകാരെ കഥ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്.